ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. പഴംപൊരി എന്ന് വെച്ചാൽ പഴംപൊരിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് പഴംപൊരിനേക്കാൾ കിടിലൻ ടേസ്റ്റിലൊരു പഴംപൊരിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി വേണം, പിന്നെ കുറച്ച് പത്തിരിപ്പൊടി വേണം, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി വേണം, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് പഞ്ചസാര വേണം. അത് ആദ്യം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ എടുത്തത് 3 പഴത്തിനുള്ള ഒരു അത്യാവശ്യം വലിയ 3 നേന്ത്രപ്പഴത്തിനുള്ളതാണ്. ഒരു കപ്പ് മൈദപ്പൊടി എടുത്ത് നമുക്കത് വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി. നിങ്ങളിനി ഫുള്ള് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ പകുതി എടുത്തിട്ട് ചെയ്യാണ്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മൾ റൈസ് ഫ്ലോർ പത്തിരിപ്പൊടി കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാര എത്രയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ മധുരമായിരിക്കും. പിന്നെ പഴത്തിന് നല്ല പഴുത്ത പഴമാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു നുള്ള് ഉപ്പ് ഇടുക, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. വേണ്ടാത്തവർക്ക് നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിൻ്റെ ഇതൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എനിക്കിത് മൊത്തം ഒരു 1/2 കപ്പ് വെള്ളം, 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളമായിട്ടോ. ഒരു നല്ല ടൈറ്റായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് കൈകൊണ്ടാണ് മിക്സ് ചെയ്തത്. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നന്നായി കിട്ടുക. ഞാൻ സ്പൂൺ കൊണ്ട് ആദ്യം കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ബാറ്റർ ഞാൻ മിക്സാക്കി വെച്ച് ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് നല്ല ടേസ്റ്റി ആയി കിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിലേക്കുള്ള പഴം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒരു 3-4 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബേക്കിംഗ് സോഡ ഇട്ടാൽ ഒന്നും കൂടി ഫ്ലഫി ആയിട്ട് വരും, അതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് കുറച്ച് നമ്മൾ ഏലക്കായ പൊടിച്ചത്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ട കേട്ടോ ബേക്കിംഗ് പൗഡറും. ഏലക്കായ പൊടി ആഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് വരുന്നത്. ഞാനിപ്പോൾ പഴം ഇതേപോലെയാണ് മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, അതായത് മെയിൻ ഇൻഗ്രീഡിയൻസ് അവിലാണ്. ഈ അവില് നമ്മൾ കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ നമ്മൾ പഴംപൊരിക്ക് ചെയ്യുന്ന പോലെ തന്നെ പഴം അതിൽ മുക്കിയിട്ട് നമ്മൾ ഇതേപോലെ അവില് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എൻ്റെ അവിടെ ചെറിയൊരു ഭാഗം കട്ടായിപ്പോയി, അതുകൊണ്ടാണ്. എന്നിട്ട് എണ്ണ ചൂടാക്കി നമ്മൾ പഴംപൊരി എങ്ങനെ ഫ്രൈ ചെയ്യുന്ന അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഈ അവിലിൽ നമ്മൾ മുക്കിയിട്ട് കോട്ടിങ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, കഴിക്കാൻ നല്ലൊരു ക്രിസ്പായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വറുത്ത് കോരാനായിട്ട് ശ്രമിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കണ്ടില്ലേ ഒരു കളർ ചേഞ്ച് വന്ന് കണ്ടില്ലേ, ഈ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും പറയും പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ്, ലോ അല്ല മീഡിയം ഫ്ലെയിമിൽ. ഇതിൻ്റെ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഓയിലൊന്നും കുടിച്ചിട്ടില്ല, പക്ഷേ എന്നാലും പൊതുവേ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുന്നതാണ് നല്ലത്. കാരണം അതിലുള്ള ആ ഓയിലൊന്ന് ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. കുറച്ചെണ്ണം ഞാൻ അവൽ ഡിപ്പ് ചെയ്യാതെയും പൊരിച്ച് നമ്മൾ സാധാ പഴംപൊരി പൊരിക്കും പോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പഴംപൊരിയില്ലേ അതിൻ്റെ അതേ സെയിം ബാറ്ററാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അവൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക. സൂപ്പറാണ് കേട്ടോ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.